AI സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ച് ഉമ്മർ അബ്ദുൽ സലാം ചെറുപ്പശ്ശേരി പോളിടെക്നിക് ക്യാമ്പസിൽ. ഇതോടൊപ്പം അനുമോദന സദസ്സും ഉണ്ടായിരുന്നു. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പുത്തൻ സാധ്യതകളും വിശേഷങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി സംവാദമൊരുക്കിയത്. അഡാപ്റ്റ് ലേണിംഗ് ആപ്പ് സ്ഥാപകനും സിഇഒയുമായ ഉമർ അബ്ദുൽ സലാം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഇനിയുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതാണെന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല നമ്മൾ നിൽക്കേണ്ടതെന്നും, മറിച്ച് ഈ പുത്തൻ സംവിധാനങ്ങളെയും സാധ്യതകളെയും സാമൂഹ്യ വികസനത്തിനും പുതിയ കരിയർ സാധ്യതകൾക്കും മുതൽക്കൂട്ടാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിന് അറിയാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റഗ്രാമിന് അറിയാം. ഇതൊക്കെ ചെയ്യുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ കാണിച്ചു തരുന്നതിൽ ഇത്രയും ടെക്നോളജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ ജോലിയിലും ഇതേ സാങ്കേതിക വിദ്യയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഐഡിയ പറയാം. വൈദ്യുതി ഇല്ലേ, കറണ്ട് അല്ലേ? ഓക്കെ, ഈ കറണ്ട് ഉപയോഗിച്ച് ആ LED വാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ കാണുന്നില്ലേ? അതായത് കറണ്ട് എന്നുള്ളത് ഒരു എനർജി സോഴ്സ് ആണെങ്കിൽ അത് പല തരത്തിലുള്ള മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം, LED വാൾ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം, ഈ മൈക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണം, വേണ്ടേ? ഇതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഏത് മേഖലയിലാണോ ഇത് ഉപയോഗിക്കുന്നത് ആ മേഖലയുടെ സ്വഭാവം കൈക്കൊള്ളുന്ന, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലും ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണോ ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് അതിനെ ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് AI. ഇനി ഇതിനെ വലിയ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ കാൽക്കുലേറ്റർ ഒക്കെ AI ആണ്, വളരെ ലളിതമായിട്ട്. കാരണം ഒരു കാലത്ത് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെ ഒരു യന്ത്രം ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് AI ആണ്. പക്ഷെ കാലം പുരോഗമിച്ചു, സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു. ഇന്ന് സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ വന്നുകൊണ്ടിരിക്കുക, അതും AI ആണ്, സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ. തുടർന്ന് SLC +2 വിജയികൾക്കുള്ള അനുമോദനവും ഒരുക്കി. കോളേജ് പ്രിൻസിപ്പൽ A മുഹമ്മദ് സിറാജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ K മുഹമ്മദ് സലീം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രകാശൻ KK, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേധാവി മുഹമ്മദ് താഹിർ PA, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവി സുനൈന K നൌഫൽ, AI ഡിപ്പാർട്ട്മെന്റ് മേധാവി കൃപ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി അരുൺ R തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 960ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു.